നിനക്കിത് എന്തിന്റെ സുഖേടാ? അച്ഛന്റെ സ്വഭാവം. അച്ഛൻ വയസ്സ് 70 കഴിഞ്ഞു. പലയിടത്തും അടങ്ങി ഒതുങ്ങിയിരിക്കാതെ ഇപ്പോഴും ഒന്നുകിൽ ആശ എന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് വെളിയിൽ. രണ്ട് സംഭവിച്ചു. എന്നെ ഒന്ന് പിടിച്ചുയർത്തടാ. മതി ഇന്നത്തെ പരിശീലനം. നീയൊക്കെ പഠിച്ചോവറായി. പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, എന്റെ നാളുകൾ സമാഗതമായിരിക്കുന്നു. പട്ടി തെണ്ടി ചെറ്റെ, ഞാൻ രാജാവാണെന്ന് ഓർക്കൂല. നല്ല സുഖം. ശിഷ്യന്മാരെ, നമ്മൾ 5 വർഷം കാത്തിരുന്ന ദിവസം നാളെയാണ്. നാളെ ഉണ്ണി വരും. ആയോധന കലകളുടെ മർമ്മം പറഞ്ഞവൻ, എന്റെ അരുമ ശിഷ്യൻ, എന്റെ കൊച്ചുമകൻ. അവൻ വന്നാൽ ഈ നാട്ടിലൊരു ഭൂകമ്പം ഉണ്ടാകും. അതുകൊണ്ട് നാം സജ്ജരായിരിക്കണം. അടിക്കടി, വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത്, തലയ്ക്ക് തല, കൈക്ക് കൈ, കാലിന് കാല്. തമ്പുരാന് വെറുതെ ഇരുന്ന് പറഞ്ഞാൽ മതി. ഈ തലയും കാലും ഒക്കെ പോണ ഞങ്ങളുടെ. ശത്രുവിന് കീഴടങ്ങിയ ചരിത്രം ഈ രാജകുടുംബത്തിനില്ല. പ്രത്യേകിച്ച് ഇപ്പൊ രാജഭരണമായിരുന്നെങ്കിൽ ഈ രാജ്യം ഭരിക്കുന്ന ശ്രീമൂലം തിരുനാൾ ഈശ്വരൻ തമ്പുരാൻ തന്റെ കാലിലെന്താടോ ആണിയുണ്ടോ? ഉണ്ടെങ്കിൽ പറിച്ചുകളാ. മാറത്ത് തറഞ്ഞു കയറി. മോളെ, പാൽക്കഞ്ഞി എടുത്തു വെച്ചോളൂ. കഞ്ഞി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ ഈ പാൽക്കഞ്ഞിയാണ് ഉദ്ദേശിച്ചത്. നാളെ തന്നെ മദ്രാസിലേക്ക് പുറപ്പെടണമെന്നാ പറയുന്നത്. അപ്പൊ ഉണ്ണി പോണ വഴിക്ക് കൂട്ടിട്ട് പോവാത്രേ. അത് നടക്കില്ല. നടക്കണ്ട. കോളേജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എടോ മേനെ, ഒളിച്ചോട്ടം ഭീരുത്വമാണ്. ഞങ്ങൾ ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല പേടി. പേടിയില്ലായ്മ വിവരക്കേടാ. പക്ഷേ വിവരമില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കൂടെ തോന്നണ്ടേ? പ്രേമിച്ച് കെട്ടിയപ്പോ നിനക്കൊരു ക്ഷത്രിയനെ കെട്ടാൻ പാടില്ലായിരുന്നോടി. അച്ഛൻ ഇത് പറയാൻ തുടങ്ങിയിട്ട് വർഷം 28. അതടി, വർഷം 28. എന്നിട്ട് നീ കേട്ടോടി. മുത്തശ്ശന് ഇപ്പൊ എന്താ പ്രശ്നം? നിന്റെ അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ എനിക്ക് വിവരമില്ലെന്ന്? സത്യത്തിൽ എനിക്ക് വിവരമില്ലേ? ഇല്ല. നീ അങ്ങനെ പറയൂ. നീ ആ മേനോന്റെ രക്ത. പക്ഷെ അവനുണ്ടല്ലോ ഉണ്ണി, അവൻ മേനോന്റെ മോനാണെങ്കിലും ക്ഷത്രിയ രക്ത. എന്റെ കരളുറപ്പ. മരിക്കുന്നെങ്കിൽ അംഗം വെട്ടിയെ മരിക്കും. ഒരു ഒളിച്ചോട്ടത്തിന് ഒരിക്കലും അവൻ തയ്യാറാവില്ല. തെണ്ടിയുടെ ഒടുക്കത്ത് ചവിട്ട്. കഞ്ഞി ഇറങ്ങുന്നില്ല. ഈ അടവൊക്കെ ഇവർ എപ്പോ പഠിച്ചടേ? ഇത് അടവല്ല, ബ്രേക്ക് ഇട്ടപ്പോ കൈവിട്ട് പോയതാണ്. വണ്ടി എടുത്തു മാറ്റടാ. ശത്രുക്കൾ നേരത്തെ എത്തിയോ? സംഹാരം തുടങ്ങാം. നേരത്തെ നിർത്തിച്ചതാ. എങ്ങോട്ടാണോ പന്ന പറന്നാരെ കൊണ്ടുപോയത്? കൊണ്ടുപോയോ? എപ്പോ? നല്ലൊരു അംഗത്തിനുള്ള ചാൻസ് അല്ലേ മിസ്സായത്? എന്റെ 5 വർഷത്തെ തയ്യാറെടുപ്പാണ് വേസ്റ്റ് ആയത്. 5 വത്സരം. അവനെ ഏത് പാതാളത്തെ കൊണ്ട് ഒളിപ്പിച്ചാലും ഞങ്ങൾ കണ്ടുപിടിക്കും. കർമ്മം ചെയ്യാൻ ശവം പോലും കിട്ടുകയില്ല. ഈ സിറ്റി മുഴുവൻ അരിച്ചു പെറുക്കടാ. അരിച്ചു പെറുക്കാൻ അവനിപ്പോ അനിക്സ്പ്രേ ആയിട്ടുണ്ടാവും. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ടെണ്ടടേ. ഞാൻ പിണക്ക. എന്തൊരു പണിയാണ് സാറേ കാണിച്ചത്? ട്രെയിനിലല്ല വരുന്നെങ്കിൽ ഒന്ന് വിളിച്ചു പറയണ്ടേ? ഞാൻ ഈ വണ്ടിയും വാടകയ്ക്ക് എടുത്ത് വെളുപ്പിന് തുടങ്ങി സെൻട്രൽ സ്റ്റേഷനിൽ കാത്തു കിടക്ക. എന്നാ ചുമ്മാ നിൽക്കല്ലേ. ഒരു കോട്ടവായിട്ടേക്കാ. കോട്ടവായിട്ടപ്പോ ദേ ഒരു പോലീസ് അതിന്റെ അകത്ത് സാറും ഇരിക്കണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഫോളോ ചെയ്യായിരുന്നില്ലേ? ഓൺ അടിച്ചടിച്ച് ഓന്റെ തൊണ്ടേം പോയി. ആരെങ്കിലും ഒന്ന് മൈൻഡ് ചെയ്യണ്ടേ? സൂര്യ, ഇവനാളാകെ മാറിപ്പോയി. ഒരു മാറ്റവും ഇല്ല. നീ എന്താ ശബരിമലക്കോ മാലയിട്ടിരിക്ക? താടി കണ്ടിട്ട് ചോദിച്ചതാ. ഇത്രയും കാലം ഞാൻ വന്ന് കാണാത്തതിൽ നിനക്ക് എന്നോട് വഴക്കാണെന്ന് എനിക്കറിയാം. ഒരു കാര്യം നീ മനസ്സിലാക്കണം. നീ ജയിലിൽ സേഫാ. ചുറ്റിനും പോലീസും ഉണ്ട്. എന്റെ അവസ്ഥ അതല്ല. കേരളത്തിൽ കാല് കുത്തിയ കുത്തണ കാല് വെട്ടൂന്ന് കരിമ്പാറക്കാർ അനൗൺസ് ചെയ്തിരിക്കുക. എന്തിനാ നിന്റെ കൂടെ നടന്നതിന്? നീ എന്താടാ ഒന്നും ഉരിയാടാത്തത്? ഉരിയാടടാ സൂര്യ. ഇത് ഞാനാടാ കോമളൻ. കോമാളായിൻ കേയോമളൻ. തെറ്റില്ലല്ല, ശരിയാണല്ല. ഇവരെന്താ ലുക്ക് മാത്രമുള്ള? എന്റെ അമ്മേ, ജയിലിൽ കിടന്ന് തലക്കടി കെട്ടി നീ കോമയിലായ? ഇവൻ എന്നെ ഓർക്കാൻ എന്താ ചെയ്യുക? സൂര്യ, നീ എന്തായി കാണിക്കുന്നേ?
അത് പിന്നെ ഈ കമലഹാസൻ മൂന്നാം പറയിൽ കാണിച്ചില്ലേ ശ്രീദേവിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൊരങ്ങ് കൊരങ്ങ്. അതിനിങ്ങനെ കാണിക്കണമെന്നില്ല, നീ ചുമ്മാ നിന്നാ മതി. കണ്ടാ അവന് ഓർമ്മശക്തി തിരിച്ചു കിട്ടി. മൂന്നാം പിറ വലിച്ചു. வணக்கம், இது என் ஒய்ஃப் அலமேலு. ഇത് ഒരേ ഒരു മകൾ ശാന്തി, വയസ്സ് 18, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കമ്പ്യൂട്ടറിന് പഠിക്കുന്നു. രാവിലെ 10 മണിക്ക് പോകും, 2 മണിക്ക് തിരിച്ചെത്തും. ആഴ്ചയിൽ 5 ദിവസത്തെ ക്ലാസ്, സാറ്റർഡേ സൺഡേ ഫ്രീ, പിന്നെ എല്ലാ ഹോളിഡേസും ഫ്രീ. തെറ്റിദ്ധരിക്കരുത്, വല്ലപ്പോഴും എന്റെ ഓട്ടോയിൽ കയറാറുണ്ട്. சாந்தி, இனிமே நீ ஆட்டோல போக வேண்டாம், பஸ்ல போல வேற எப்படியாவது போ. ஆமா, ഒരു ഓട്ടം വീശി പൂച്ചു. இந்தாங்க சாய் வச்சுக்கங்க. நல்ல நேரம் முடியறதுக்குள்ள வலதுல வச்சு உள்ள போங்க. சேச்சி அகத்து. தமிழ்ல சொன்னா போதும். ரொம்ப தேங்க்ஸ். ஓ, எல்லாம் வாங்கி வச்சிருக்கேன், பால் ரெடியா இருக்கு. சீக்கிரம் டீ போட்டு கொடுங்க, உள்ள கூட்டு போ. എന്താ കാറ്റ് കയറ്റിക്കോട്ടെ. ഏർച്ചക്ക് പണ്ടേ സൂര്യ, നിന്നെ ഒറ്റക്കിട്ടിട്ട് ഉപദേശിക്കായിരിക്കായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ലോ, നമ്മള് രണ്ടുപേരില്ലേ. അതല്ല സൂര്യ, നീ നിന്റെ കുടുംബത്തിലെ ഏക ആൺതരിയാ. അപ്പൊ എന്റെ അച്ഛനാരാ, പെൺതരിയാ? ഊതടാ ഊത്, അടുപ്പിൽ ഊതനവന്റെ ആസ്ത്രത്തിൽ തന്നെ ഊത്. ഒറ്റെണ്ണം നേരെയാവില്ല. എല്ലാവരും അനുഭവത്തിൽ നിന്ന് പഠിച്ചോളും. വെറുതെ അല്ല അനുഭവങ്ങൾ പാച്ചാളികൾ എന്ന് പറയണത്. അനുഭവങ്ങൾ പാളിച്ചകൾ. ഓ, അത് മാത്രം അറിയാം. ഒന്ന് ആടിയടാ പാട്ടി. ആഹാ, പൊളിഞ്ഞോ? ഈശ്വര, രക്ഷപ്പെട്ടു. സൂര്യ, ശുക്രനാണ് ഇപ്പൊ മുട്ടിൽ വന്ന് ഇടിച്ചിരിക്കുന്നത്. ചെറിയ ചളുക്കാണെങ്കിലും വലിയ ചളുക്കന്റെ കാശ് ആ ചളുക്കളുടെ നിന്ന് വാങ്ങുന്ന കാണിച്ചു തരാം. കോമള, തടയരുത്. വെളിയിൽ വാടാ തിരുട്ടുനായേ. என்ன விஷயம்? നീ ബാക്ക് സീറ്റിൽ ഇരുന്ന വണ്ടി ഓട്ടരുത്. പിന്നെ എപ്പടി ഇടിക്കാതിരിക്കും? ഞാനല്ല സാർ വണ്ടി ഓട്ടിയത്. പിന്നെ ആര്? മാടാ. മാടാ மாடம் இல்ல சார், மாடம். என்ன பயந்து உள்ள இருக்கியா? வாடி, வெளியில வாடி, இறங்கி வாடி. எங்க பார்த்தாடு நீ வண்டி ஓட்டுறது? சொல்லடி, என்னடி ஒண்ணுமே பேசாம இருக்கிறது? நீ ஊம பையனுக்கு உரியாட பொண்ணா? சொல்லடி. ஏய், மரியாதையா பேசு. என்ன டீன்னு கூப்பிடாத. அப்படி கூப்பிட்ட நீ என்ன செய்யுமடி? ഇത് പറഞ്ഞാ പോരാനോ? ഇല്ലെങ്കിൽ ഇവന്റെ എഴുതി കൊടുത്തു വിട്ടാ പോരാ? സൂര്യ, ഇതൊരു പാവം കുട്ടിയാടാ. ഞങ്ങൾ നമ്മൾ നേരത്തെ അറിയുന്നു. എന്തായാലും കോംപ്രമൈസ് ആയി. എടോ, ഇവിടെ വാടോ. അപ്പൊ മലയാളിയാ? എനിക്ക് വയ്യ. എന്താ പ്രശ്നം? എന്റെ കാറിന്റെ പെയിന്റ് പോയി. അത് പിന്നെ എന്റെ വണ്ടി വന്ന് ഇടിച്ച പെയിന്റ് പോവാതിരിക്കോ? അതിന് കാശ് വേണം. കാശാ? എന്റെ വണ്ടി നിങ്ങളുടെ വണ്ടി വന്ന് ഇടിച്ചിട്ട് കാശ് വേണമെന്നാ? ആരുടെ വണ്ടി ഇടിച്ചാലും എനിക്ക് കാശ് വേണം. അയ്യോ, ഇതെന്ത് ന്യായം? ഇതാ ഇവിടുത്തെ ന്യായം. കാശ് ഇടണോ? ഇപ്പൊ കിട്ടും. ഞങ്ങള് വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തിയേക്കായിരുന്നു. നിങ്ങളാണല്ലോ വന്ന് ഇടിച്ചത്. അതെ. ഇനി മേലെ ഞങ്ങൾ ഇത് ആവർത്തിക്കില്ല. തെറ്റ് ഞങ്ങളുടെ ഭാഗത്താ. സോറി. സോറി. ആ വണ്ടി വന്ന് ഇടിച്ചതിന്റെ കാശ് കൊടുക്കടാ. വണ്ടി കാശാ? ആ കാശ് കൊടുക്ക്. ഇത് അടക്കം പൈസ എത്രയെന്ന് അറിയില്ല. 730. ഇനി പോരെങ്കിൽ വണ്ടിയുടെ നമ്പർ കുറിച്ചെടുത്തോളൂ, അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് പൊക്കോളൂ. വലിയ ഉപകാരം. മണ്ണുണ്ണി. மண்ணுண்ணியா? அப்படின்னா? அப்படின்னா புத்தூஸ்னு அர்த்தம். மேடம், தப்பு நம்ம கையில தானே. ஆனா துட்டு நம்ம கையில தானே. அதான் மண்ணுண்ணின்னு கூப்பிட்டேன்.